7 ദിവസത്തെ അനിശ്ചിതത്വത്തിനു ശേഷം പ്രതീക്ഷയുടെ വാർത്തകളാണ് ഛത്തീസ്ഗഡിൽ നിന്നും വരുന്നത്. മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ചായിരുന്നു കേരളത്തിൽ നിന്നുമുള്ള കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതും ജയിലിൽ അടച്ചതും. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാനത്തിനകത്തും പുറത്തും നടന്നത്. കേരളത്തിൽ നിന്നുള്ള എംപിമാർ അടക്കമുള്ള കോൺഗ്രസ് പ്രതിനിധി സംഘവും BJP പ്രതിനിധി സംഘവും ഛത്തീസ്ഗഡിലെത്തി ജാമ്യത്തിനായുള്ള തീവ്ര ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ജാമ്യം ലഭിക്കുമെന്നുള്ള ഉറപ്പ് ലഭിച്ചിരിക്കുന്നത്. കന്യാസ്ത്രീകൾക്ക് ഇന്നോ നാളെയോ ജാമ്യം ലഭിക്കാനുള്ള നടപടികൾ തുടങ്ങിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ നിന്നുള്ള എംപിമാരെ അറിയിച്ചു. കന്യാസ്ത്രീകൾക്ക് എതിരായ കേസ് NIA കോടതിയിലേക്ക് വിടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലെന്ന് അമിത്ഷാ കേരളത്തിൽ നിന്നുള്ള UDF, LDF എംപിമാരോട് പറഞ്ഞു. വിചാരണ കോടതിയിൽ തന്നെ ജാമ്യാപേക്ഷ നൽകാനാണ് ശ്രമം. അങ്ങനെ ചെയ്താൽ ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല. കേസ് NIAക്ക് വിട്ടത് സെക്ഷൻ കോടതിയാണ്. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. NIA കോടതിയിൽ നിന്ന് കേസ് വിടുതൽ ചെയ്യാനുള്ള അപേക്ഷ ഛത്തീസ്ഗഡ് സർക്കാർ തന്നെ നൽകുമെന്നും അമിത്ഷാ എംപിമാർക്ക് ഉറപ്പു നൽകി. ഇന്ന് വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാൻ മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയും അമിത്ഷാ പങ്കുവച്ചിരുന്നു. പൊതുവെ അനുഭാവപൂർവമായ സമീപനമാണ് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്ന് NK പ്രേമചന്ദ്രൻ MP പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇവർക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള വിചാരണ കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്നുമുണ്ട്. ഇതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാമെന്നാണ് MPമാർക്ക് അമിത്ഷാ നൽകിയ ഉറപ്പ്. സംസ്ഥാന സർക്കാരും സിസ്റ്റർമാരും വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകും. ഈ അപ്പീൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷയും നൽകാനാണ് നിർദ്ദേശം. ഇതിനുള്ള നടപടികളെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.